ഹലോ ഗൈസ്, ഞാൻ എം ട്രാവൽസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകാൻ അതുകൊണ്ട് ഐറ്റംസ് ഒക്കെ ആയിട്ടാണ്. ഇനി കുറേ പേരുടെ ചോദ്യമായിരിക്കും, ഞാൻ ഇനി എത്രാം ക്ലാസ്സിലാണ്. ഞാൻ 2ാം ക്ലാസ്സിലോട്ട് പോവുകയാണ് ഗൈസ്. 1ാം ക്ലാസ് മുതൽ ഞാൻ ഈ വീഡിയോ തുടങ്ങിയതാണ്. 1ാം ക്ലാസ് വെക്കേഷനാണ് ഗൈസ്, അറിയില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ കുറേ സാധനമൊക്കെ നേരത്തെ വെച്ചെടുത്ത് കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ പൗച്ച് ഓക്കെ. അടുത്തത് നമ്മൾ എൻ്റെ ഫേവറേറ്റ് ഒരു ഐറ്റമാണ് ഗൈസ്. എൻ്റെ ഫേവറേറ്റ് എന്ന് വെച്ചാൽ ഫേവറേറ്റ്. ഇതൊക്കെ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഗൈസ്, നിങ്ങളെയും കൂടെ കാണിച്ചൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന്. ഞാൻ അൺബോക്സ് ചെയ്തതായിരുന്നു കേട്ടോ ഗൈസ്. ഈ കുഞ്ഞു റബ്ബറുകളൊക്കെ ഫസ്റ്റ് ഞാൻ എടുത്ത് കാണിക്കാൻ പോകുന്നതാണ്. എനിക്കൊരു കുട്ടി നടക്കുന്ന ഗൈസ്, തലയൊക്കെ ആടുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു റൈസറും പിന്നെ ഒരു മുയൽ എന്നും പറഞ്ഞുകൊണ്ട് മുയൽ, പിന്നെ ഒരു ഇലയിലിരിക്കുന്ന തേനീച്ച. അയ്യോ, തേനീച്ച കുട്ടി. തേനീച്ചന് തല വെച്ചേക്കല്ലേ കുത്തും. ബട്ടർഫ്ലൈ പറന്നു പോകുന്നു. ബട്ടർഫ്ലൈ ഗായ്സ്. ഇനി നമുക്കൊരു പൂച്ചെടി, റോസാപ്പൂവാ, നല്ല മണം. ഇനി നമുക്ക് വേറൊരു പൂവാണ് കേട്ടോ. എന്തോ ജാസ്മിൻ ആണെന്ന് തോന്നുക. കണ്ടു ഗൈസ്, കണ്ടു. ഇനി നമ്മൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പ്രിയപ്പെട്ട ഒരു സാധനമാണ്. ഇതാണ്. വേറെയും കൂടി ഒരു റേസറാണ്, പിന്നെ ഒരു കട്ടറും. ഒരേ ഒരു കട്ടർ റേസ്. ഇതൊക്കെ എല്ലാം നിങ്ങൾക്കൊന്നറിയാം. പിന്നെ ഒരു 5 രൂപയുടെ ഒരു സ്കെയിലും, പിന്നെ ഇങ്ങനത്തെ ഒരു പെൻസിലും. കളർഫുള്ളാണ്. ഇവിടെ റബ്ബറൊക്കെ ഉള്ള പെൻസിലാണ്. പിന്നെ എൻ്റെ സ്വന്തം വാട്ടർ ബോട്ടിൽ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഇറൈസറൊക്കെയാണ്. ഇറൈസർ ഇതൊക്കെയാണ്. പൂച്ചെടി, മുയൽ, പൂ, പിന്നെ ബട്ടർഫ്ലൈ, ഇത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ. അയ്യോ, ഇതൊക്കെ തുറന്ന് കാണിക്കട്ടെ. ഇതെന്താ വാട്ടർ ബോട്ടിൽ? നല്ല വാട്ടർ ബോട്ടിൽ ഗായ്സ്. നമ്മൾ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ബുക്ക് നിങ്ങൾ പൊതിയുന്ന സാധനമാണ്. നിങ്ങളോർക്കും ഇതെന്താ ഈ കുട്ടി ബുക്കൊക്കെ പൊതിയാതെ ഇരിക്കുന്നതെന്ന്. നാളത്തേനാട്ടോ സ്കൂൾ തുറക്കുന്നത്, എന്താ പൊതിയാതെ ഇരിക്കുന്നതെന്ന് ചോദിക്കും. അതിൻ്റെ ഉത്തരം ഞാൻ തരാം. ഞങ്ങൾക്ക് മേടിക്കാനില്ല, സ്കൂൾ അടച്ചേക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം പോയി നോക്കിയതായിരുന്നു, പക്ഷെ സ്കൂൾ അടച്ചേക്കുമായിരുന്നു. ആ സമയത്ത് നേരത്തെ അടച്ചായിരുന്നു ആ ദിവസം. ഇപ്പം പിന്നെ നമ്മൾ ഇനി സ്കൂൾ തുറക്കുന്ന അന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അന്ന് തന്നെ മേടിക്കാം. നാളത്തേന് മേടിക്കും കേട്ടോ ഗൈസ്. നിങ്ങളോർക്കും നാളത്തേന് എന്തിനാണ് മേടിക്കുന്നതെന്ന്, നാളെ മേടിച്ചാൽ പോരെയെന്ന്. അതിൻ്റെ ഉത്തരം ഞാനിപ്പം തരാം. നമുക്ക് നാളത്തെ കഴിഞ്ഞ് പോയി മേടിക്കാനേ പറ്റുള്ളൂ. ഇന്ന് മേടിക്കാൻ പാതിരാത്രി ഒക്കെ ആയപ്പോഴാണ് അമ്മ അച്ഛൻ വന്നത്. ഇന്ന് മേടിക്കാൻ വിട്ടുപോയെന്നാണ് പറഞ്ഞത്. സ്കൂൾ പിന്നെ ഇന്നും നേരത്തെ അടച്ചായിരുന്നു. അങ്ങനെ കുറേ ഒരു കുഴപ്പം പറ്റി. അതുകൊണ്ട് തന്നെ നാളെയാണ് ബുക്ക് മേടിക്കുള്ളൂ, അല്ല നാളത്തെ തന്നെയാണ് ബുക്ക് മേടിക്കുകയുള്ളൂ. നമ്മൾ വിട്ടു കേസ്. അതുകൊണ്ട് തന്നെ ഇത്രേ ഉള്ളൂ. അപ്പം എനിക്ക് ഇത്ര ഇനി പറയാനുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോത്തിലുള്ള ടാറ്റാ സീ യു ബൈ ബൈ. എല്ലാവരും മറക്കാൻ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോത്തിലുള്ള ടാറ്റാ സീ യു ബൈ ബൈ.